ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കോളേജ് വിശേഷം കണ്ടാലാ? ഇവിടെ ഒരു വശത്ത് ക്ലാസ് എടുക്കുന്നു, മറുവശത്ത് ഗെയിം കളി, പിന്നെ ഒരു വശത്താണെങ്കിൽ ഉറക്കവും. ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരെണ്ണം ചാടിച്ചാവാൻ നിൽക്കുന്നു. പിന്നെ ഒരു റീൽ എടുക്കലായിരുന്നു മെയിൻ ലക്ഷ്യം. കാണികളായിട്ട് ഇവിടെ കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ട്. ഒരു റീൽ എടുക്കണതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്ന് അത് എടുത്തു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. തുടക്കത്തിൽ 4 പേരുണ്ടായിരുന്നെങ്കിലും പിന്നെ അത് 3 പേരായിട്ട് ചുരുങ്ങി. പിന്നെ ഒരു 10-100 ടേക്ക് എടുത്തതിന് ശേഷം ഒരെണ്ണം സെറ്റായിട്ട് കിട്ടി. ഡാൻസ് കളിച്ച് ക്ഷീണിച്ച പിന്നെ ഫുഡായിരുന്നു മെയിൻ ലക്ഷ്യം. ഫുഡ് കഴിഞ്ഞ് അത് ദഹിക്കണമെങ്കിൽ പിന്നെ ഇവിടെ പാട്ട് മസ്റ്റാണ്. പാട്ട് കേട്ട് ആരും ഓടാൻ നിൽക്കേണ്ട, ഇനി നടക്കാൻ പോണതാണ് യുദ്ധം. ഇന്ന് നമുക്ക് ഹോളിയാണ്, അപ്പൊ ആഘോഷിക്കാം. അതെ ഗൈസ്, ഇന്ന് നമുക്ക് ഹോളിയാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ വാട്ടർ ബലൂണിലൊക്കെ വെള്ളം നിറച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പലതും പൊട്ടിപ്പോകുന്നുണ്ട്. നമ്മളെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് ഇനി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. വെയിറ്റ് ചെയ്ത് പണ്ടാരം അടങ്ങിയതുകൊണ്ട് തന്നെ പിന്നെ നമ്മളായിട്ട് അങ്ങ് തുടങ്ങിയും വെച്ച്. പിന്നെ അവിടെ എന്തോന്നാണ് നടന്നതെന്നുള്ള കാര്യം ആർക്കും ഒരു ബോധവും ഇല്ലായിരുന്നു. എല്ലാത്തിനും പ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാ എണ്ണത്തിനും അരപ്പരി ലൂസായതുകൊണ്ട് പിന്നെ പറയുകയും വേണ്ടിയിരുന്നു. പിന്നെ ഈ പോണത് ക്ലാസ്സിലെ കുറേ എണ്ണത്തിൻ്റെ മോന്തയ്ക്ക് കളർ തേക്കാനാണ്. പക്ഷേ അവന്മാർ നമ്മളെ കണ്ടപ്പോഴത്തേക്കും അങ്ങ് ഓടിക്കളഞ്ഞ്. നമ്മൾ പണി കൊടുക്കാൻ പോയതാണ്, പക്ഷെ കിട്ടിയത് നേരെ തിരിച്ചും. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടി ചെളിയിൽ മുക്കൽ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ആചാരങ്ങളാണ്. പിന്നെ എല്ലാവരെയും കോലം കണ്ടിട്ട് എങ്ങനെ വീട്ടിൽ പോവും എന്നാണ് ആലോചിച്ചത്. പെറ്റ തള്ള പോലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലായി എല്ലാവരും. അതിനിടയ്ക്ക് ഒരെണ്ണം അടുത്ത സാധനവും കൊണ്ടുവരണം. പിന്നെ വീട്ടിൽ പോകാൻ സമയമായതുകൊണ്ട് അതിനെയൊക്കെ പോയി കഴുകി ഇറക്കി. പക്ഷേ ഇത് കഴുകിയതെല്ലാം വെറുതെയായി. എനിക്കിട്ട് നല്ല മുട്ടം പണിയാണ് കിട്ടിയത്. എൻ്റെ ദേഹം മൊത്തം ചെളിയഭിഷേകം നടത്തി. ക്ലാസ്സിലെ 2-3 അലവലാതി ചെറുക്കന്മാർ കാണിച്ചു വെച്ച പണിയാണിത്. എൻ്റെ വെള്ളച്ചെരുപ്പ് പോലും ചെളിയാക്കി കളഞ്ഞു. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ കുളിച്ചിട്ടാണ് വീട്ടിൽ പോയത്. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.